ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു നമ്മൾ കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. 2 ദിവസം മുന്നേ എൻ്റെ അമ്മേൻ്റെയും ധാർമ്മീൻ്റെയും ബർത്ത്ഡേനും രണ്ടാളുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് എൻ്റെ വീട്ടിൽ നിന്നാണ് ആഘോഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ഈ ഡ്രസ്സ് ഞാൻ ധാർമ്മിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു. ചേച്ചിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. ഇത് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് അവൾക്ക്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് ഇടാമെന്ന് വെച്ച്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കായിരുന്നു. ഇതാണ് ശരിക്കും ആ ഡ്രസ്സിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അവൾക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ വെക്കാനേ വിടുന്നില്ല, ആക്കുന്നേനെ കാണുന്നില്ല. ഇതാ കൈ പൊന്തിച്ചിട്ട് അത് ലെവലാക്കുക ചെയ്യുന്നത്. ഓക്ക് ഇഷ്ടാവുന്നേയില്ല. ഇത് തന്നെയായിരുന്നു ഇട്ടിട്ട് അവസാനം വരെയുള്ള ജോലി. ഇതിങ്ങനെ നമ്മൾ താത്ത് കൊടുക്കുക, അവൾ കയറ്റുക, നമ്മൾ താത്ത് കൊടുക്കുക, അവൾ കയറ്റുക. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവസാനം അച്ഛൻ പറഞ്ഞു, ഇതാ ധാർമ്മി ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്, ഇങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും അനങ്ങാണ്ട് നിന്നത് കാണുന്നില്ല. എന്തൊരു പാവം കുട്ടീനെ പോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മറന്ന് കണ്ടില്ലേ. ഇതേനു അവസ്ഥ ഉള്ളത്. അപ്പം എൻ്റെ അമ്മ അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞി ഫോട്ടോ ഫ്രെയിമാണ്, അവളുടെ തന്നെ ഒരു ഫ്രെയിം തന്നെയായിരുന്നു അവൾക്ക് കൊടുത്തിട്ടുണ്ടായത്. വേഗം കൊടുത്തപാട് താങ്ക് യു ഒക്കെ പറഞ്ഞ് വാങ്ങിച്ച് എന്നത് പൊളിക്കാനുള്ള തത്രപ്പാടിലായി. അതിനിടയിൽ അതിട്ടിട്ട് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് പൊളിച്ചൊരു കുഞ്ഞി ഫോട്ടോ ഫ്രെയിമാണ്, അവളുടെ ഒരു കുട്ടി ഫോട്ടോ ഫ്രെയിം. ഇതാണ് അവളുടെ ഫ്രെയിം. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവൾ കുറേ സമയം നോക്കി നിന്നിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തന്നെ ഇഷ്ടമായി തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്ത് അച്ഛനും അമ്മയും കൊടുത്തത് ചുരിദാറിൻ്റെ സെറ്റായിരുന്നു. അപ്പം അമ്മ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്, എന്നെ വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ടില്ല ഗിഫ്റ്റ്. ആക്ച്വലി അമ്മ എന്തിനാന്ന് ഗിഫ്റ്റ് ഇനിയിപ്പോൾ ഈ ബർത്ത്ഡേ എന്തിനാന്ന് എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കലമ്പിയിട്ട് എന്നെ വാങ്ങിക്കാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന് പൊന്നോട്ട് നടന്ന് കരയുന്നുണ്ടായത്. എൻ്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ കേക്ക് മുറിക്കണം, ധാർമ്മീൻ്റെതാണെങ്കിൽ എന്താ എനിക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലേനു. അങ്ങനെ ധാർമ്മീൻ്റെ കേക്ക് ഇതാ പോന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേൻ്റെ കേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ 2 ആൾക്കാർ ആ കേക്കും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റാക്കി നിന്നു. അങ്ങനെ ധാർമ്മിയും പൊന്നൂട്ടനും അച്ഛനും കൂടി ആ കേക്ക് മുറിച്ചു. അമ്മ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് കേക്ക് മുറിച്ചു. നമ്മളുടെ കേക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ നെയ്ബറായിട്ടുള്ള ഫാത്തിമേച്ചിയാണ് നമുക്ക് കേക്ക് ചെയ്ത് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീരിൻ്റെ കേക്കായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഒരുപാട് പെട്ടെന്ന് നമുക്ക് മടുപ്പ് വരുന്ന ടൈപ്പ് മധുരമൊന്നും ഇല്ല, അത്ര മധുരമൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തത്. നമ്മൾ ബിരിയാണി വാങ്ങിച്ചു. അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ കൊടുക്കായിരുന്നു. അനിയൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, എൻ്റെ മാമനുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഡയറി മിൽക്ക് ഉണ്ടായിനി. അങ്ങനെ ഡയറി മിൽക്കെല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു.